ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹിമാലയ സാനുക്കളിലെ ആ വാസം എന്നെ പഠിപ്പിച്ചത് വലിയൊരു ലോകത്തേക്കായിരുന്നു. നിങ്ങൾക്ക് കാശിയിലും വാരണാസിയിലുമൊക്കെ പോകുന്ന സമയത്ത് അഘോരികളെ കാണാം. ഭൂരിപക്ഷം വരുന്ന അഘോരികളും നഗ്നരായിട്ടാണ് ജീവിക്കുന്നത്. കുറഞ്ഞ പക്ഷം മാത്രമാണ് വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളവർ. അഘോരികൾ കൂടുതലായിട്ട് ഉൾക്കാട്ടുകളിലും ഹിമാലയ സാനുക്കളിലും മറ്റ് സ്ഥലങ്ങളിലും തമ്പടിച്ചിട്ട് സന്യാസ ജീവിതം നയിക്കുന്നവരാണ്. അവരിൽ വളരെ കുറഞ്ഞ വിഭാഗം മാത്രമാണ് അഘോരി മാന്ത്രിക കർമ്മങ്ങളിലേക്ക് തിരിയുന്നത്. ശിവഭഗവാനെ മനസ്സിൽ ആവാഹിച്ചു നടക്കുന്ന ആ ശക്തരായിട്ടുള്ള മാന്ത്രികർ ചെയ്യുന്നത് നന്മയായാലും തിന്മയായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അഘോരി മാന്ത്രികം എന്ന് പറയുന്ന ഈ മഹത്തായ മാന്ത്രിക കർമ്മം. അവർ ചെയ്യുന്ന തിന്മകളെ ഞാൻ അനുകൂലിക്കുന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന നന്മകളെ എനിക്ക് അനുകൂലിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു മാന്ത്രിക പരമ്പരയിൽപ്പെട്ട ഒരാളാണെന്ന നിലയ്ക്ക് തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നീണ്ട അസ്ട്രോളജിക്കൽ കരിയറിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഗുണങ്ങളാണ്. പലർക്കും അതിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. പതിനായിരക്കണക്കിന് ആളുകൾ നമ്മളെടുത്ത് സമീപിക്കാറുണ്ട്. അവർക്ക് നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്കെല്ലാം അത് നിഷ്പ്രഭമാകാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടല്ലാതെ ഞാൻ ഒരു കർമ്മവും ആർക്കും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുതന്നെയായാലും പൂജാവിധികൾ എന്തായാലും ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അതിൻ്റേതായ ചര്യകൾ, വ്രതങ്ങൾ, നിഷ്ഠകൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് നമ്മൾ ഉപാസനാമൂർത്തികൾക്ക് വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഉപാസിക്കുന്നത് 9 മൂർത്തികളെയാണ്. ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. കിരാതമൂർത്തി, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി, ഭദ്രകാളി, 108 ഭൂതഗണങ്ങൾ, ദുർഗ, മഹാഗണപതി, ദക്ഷിണാമൂർത്തി, ആഞ്ജനേയ സ്വാമി, ഇത്രയും മൂർത്തികളെയാണ് ഞാൻ ഉപാസിക്കുന്നത്. അതിൽ ചുടലമൂർത്തിയെയും ഞാൻ ഉപാസിക്കുന്നുണ്ട്. ഈ മൂർത്തികളൊക്കെ തന്നെ നമുക്ക് ഉപാസിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരുന്ന ആ പ്രവൃത്തികൾ വശീകരണമായാലും ശരി, ശാന്തിയായാലും ശരി, മറ്റു കർമ്മങ്ങളായാലും ശരി, എല്ലാം തന്നെ ഉചിതമായിട്ടുള്ള പരിഹാരങ്ങളും വിധികളും നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കർമ്മത്തിനും എന്നെ സമീപിക്കാവുന്നതാണ്. ജാതകങ്ങളും പരിഹാര കർമ്മങ്ങളും ദശാസന്ധികളും കണ്ടകശനി, ജന്മശനി, ഏഴരശനി, അഷ്ടമശനി എന്നീ ദോഷങ്ങളും അത് മാറ്റുവാനുള്ള പരിഹാര കർമ്മങ്ങളും ദശാവിധികളിൽ ശനിദശ, രാഹുദശ, ചൊവ്വാദശ, കേതുദശ എന്നീ ദശകൾ നൽകുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാര കർമ്മങ്ങൾ എല്ലാം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്ത് കൊള്ളേണ്ട കാര്യങ്ങൾ പുരികത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തേക്ക് ഏറ്റുപോകാവുന്ന വലിയ പ്രശ്നങ്ങൾ ഒരു പുരികത്ത് കൊള്ളുന്നത് പോലെ വളരെ ഭാഗികമായിട്ട് നമുക്ക് ആ ദോഷങ്ങൾ ഒഴിവാക്കാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാവിധ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.